ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചധികം റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പോകുന്നത്. ടെമ്പററി ആയിട്ട് സ്ട്രൈറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പഴയതുപോലെ ഹെയർ തിരിച്ചു വരും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ ഈ ഒരു യഥാർത്ഥ ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഷോർട്സിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ കണ്ടോളൂ. എൻ്റെ ഹെയറിലും അത്യാവശ്യം നല്ല വേവ്സും കേൾസും ഒക്കെ ഉണ്ട്. എൻ്റെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് ഡാമേജ് ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് കേൾക്കാം. ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ലോറിയലിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ രണ്ട് പ്രൊഡക്റ്റുകളും, അതായത് ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക. അതിന് ശേഷമേ നിങ്ങൾ ഹെയറിൽ ഹീറ്റ് കൊടുക്കാവൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ ഹെയറിൽ നല്ലതുപോലെ ഓയിൽ പ്രൊഡക്ഷൻ കാണും സ്കാൽപ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഒട്ടൽ നമ്മളെ ഹെയറിൽ ഓൾറെഡി കാണും. അതുപോലെ നല്ലതുപോലെ ഡേർട്ടും കാണും. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഹെയർ ഹീറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരിത്തിരി നേരം ലാസ്റ്റ് ചെയ്യത്തില്ല. ഒരു വല്ലാതെ ഇങ്ങനെ ഒന്ന് പറന്ന് കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഹെയറിന്, അത് കിട്ടത്തില്ല. അതല്ലാതെ ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ അത്രയും നേരം ലോങ് ലാസ്റ്റ് ചെയ്യത്തുമില്ല. പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മൾ പഴയ ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹീറ്റ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ മിസ്റ്റോ അപ്ലൈ ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. ഓക്കെ, അപ്പം ഞാനിവിടെ ബി ബ്ലൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഹെയറിൻ്റെ ഷാഫ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, അത് മറക്കരുത് കേട്ടോ. നമ്മുടെ ഷാഫ്റ്റിൽ വേണം, അതായത് ഹെയറിൽ വേണം നമ്മൾ സ്പ്രേ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് എത്തിക്കണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹീറ്റ് കൊടുക്കാവൂ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഏതൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ മിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ ഹീറ്റിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ നൽകി നമ്മൾ ഹെയർ പൊട്ടത്തില്ല, ഡാമേജ് ആവത്തില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആ ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഹെയറിൽ ഹീറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾ നന്നായിട്ടുണ്ടാവും, ബ്രേക്കേജ് ഉണ്ടാവും. അതുകൊണ്ട് സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം ഹെയർ സ്ട്രൈറ്റ് ചെയ്ത് ഇങ്ങനെ ഹീറ്റൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഞാനിതുപോലെ രണ്ട് സൈഡിൽ ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ ഹെയർ ഇങ്ങനെ ബൺ വെച്ച് സെക്യൂർ ചെയ്യും. അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സെക്ഷൻ ഹെയർ എടുത്തിട്ട്, വളരെ കുറച്ച് സെക്ഷൻ ഹെയർ എടുക്കുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒത്തിരി മുടി എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ട്രൈറ്റ് കിടക്കത്തില്ല, പെട്ടെന്ന് തന്നെ പഴയതുപോലെ തിരിച്ച അവസ്ഥയിൽ വരും. അപ്പോൾ 2 തവണ ഞാനിങ്ങനെ കുറച്ച് ഹെയർ എടുത്തിട്ട് അതിലിങ്ങനെ 2 തവണ വളരെ സ്ലോ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ സ്പീഡിൽ ചെയ്താൽ നന്നായിട്ട് കിടക്കത്തില്ല. അത് ഞാൻ ഇനി കാണിക്കുന്നുണ്ട്, നിങ്ങൾ സ്പീഡിൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഹോൾഡിംഗ് സ്പ്രേ ആട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരുടെ ഹെയറിൽ നമ്മൾ നല്ലതുപോലെ ഹീറ്റ് കൊടുത്താലും അധികം നേരം നിൽക്കത്തില്ല. അതിൻ്റെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിലാവണമെന്നില്ല. നല്ല തിക്നെസ്സും കേൾസും ഭയങ്കര ഫ്രിസ്സായിട്ടുള്ള ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ സ്ട്രൈറ്റ് ചെയ്ത ഹെയറിനെ തിരിച്ച് അപ്പുറത്തെ ഡയറക്ഷനിൽ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് സെക്യൂർ ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ടൊന്നും വന്ന് വീഴത്തില്ല. അതിനുശേഷം ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്ന്. കണ്ടോ, കുറച്ച് സെക്ഷൻ ഹെയർ എടുക്കും, അതിനുശേഷം ഭയങ്കര സ്പീഡിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കും. അപ്പോഴത്തേക്കും എന്ത് പറ്റും, ആ ഹെയർ സ്ട്രൈറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആക്കും, അപ്പോൾ വീണ്ടും ആക്കും. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹെയർ നന്നായിട്ട് ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഹെയറിൽ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആവത്തുമില്ല, പെട്ടെന്ന് തന്നെ പഴയതുപോലെ കേൾസും അല്ലെങ്കിൽ വേവ്സ് ഒക്കെ വരികയും ചെയ്യും, ഹെയർ ഡാമേജ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പതുക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ ഏറ്റവും വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ,
ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ ഫുൾ ഹെയറും ചെയ്ത് കൊടുക്കും. ഇപ്പുറത്തെ ഹെയർ ഫുൾ ഇങ്ങനെ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ആ ക്ലിപ്പ് ഊരിയിട്ട് വീണ്ടും അതിൽ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കും. ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത്. നമ്മൾ ക്ലിപ്പ് ഇങ്ങനെ സെക്ഷൻ ചെയ്യാതെ എടുക്കുക എന്നുണ്ടെങ്കിൽ എവിടെയാ ഇങ്ങനെ ഹെയർ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തത് സ്ട്രൈറ്റ് ചെയ്യാത്തത് എന്നൊന്നും അറിയാതെ നമ്മൾ വീണ്ടും ചെയ്തതിൻ്റെ ഇടയിൽ കൂടെയും ഒക്കെ മാറിയും തിരിഞ്ഞ് വരും. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ പുറത്ത് ലൈറ്റായിട്ട്, അതായത് എല്ലാ ഹെയറും കൂടെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഹെയറും കൂടെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിരുന്നില്ലേ, അപ്പോൾ എന്തെങ്കിലും വേവ്സോ കേൾസോ ഒക്കെ അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഹെയർ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഹെയർ സ്ട്രൈറ്റ്നർ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിൻ്റെ ഗ്ലാം സ്ട്രൈറ്റ്നർ ആണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നോക്കി വാങ്ങിക്കുക. വില കുറവല്ലേ എന്ന് പറഞ്ഞിട്ട് ലോക്കലായിട്ടുള്ളത് വാങ്ങിക്കാൻ നിൽക്കരുത്. കാരണം മുമ്പ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഹെയർ ഒന്നാമത് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യണത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല, രണ്ട് നല്ലതുപോലെ ഡാമേജ് ആവും. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ട്രസ്റ്റബിൾ ആയിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റ്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു 3-4 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽസൊക്കെ യൂസ് ചെയ്യണ നല്ലൊരു സ്ട്രൈറ്റ്നറാണ്. അങ്ങനെ ഞാൻ എല്ലാ ഹെയറും സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലത്തെ ചെറിയ കേൾസൊക്കെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്രണ്ടിലത്തെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഇല്ലേ, ബേബി ഹെയർസൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ചെറിയൊരു ചൂട് കൊടുത്തിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കും. അത് ചിലർക്ക് അത് സ്ട്രൈറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആയി വരും. അത് സാരമാക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പിലോട്ട് അധികം ഹീറ്റ് അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ലോറിയലിൻ്റെ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ സിറത്തിൽ സിലിക്കോൺ ഇല്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും. എല്ലാ പ്രൊഡക്റ്റിലും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ലോറിയലിൻ്റെ സിറം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഹീറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം യൂസ് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ ഇത് ഉപയോഗിച്ചത് കൊണ്ട് ഹെയർ ഫോൾ എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എനിക്ക് വേറെ 2-3 പോയിൻറ്റ്സുകൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ലോ മോഷൻ ഇട്ടിരിക്കുന്നത്. ഈ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഫംഗ്ഷന് പോവുകയാണ്, അത് 2 വീലറിലാണ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും വെഹിക്കിളിലാണ് അല്ലെങ്കിൽ ബസ്സിൻ്റെ സൈഡിലാണ് നിങ്ങളേക്ക് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹെയർ നല്ലതുപോലെ കവർ ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ശക്തിയായിട്ടുള്ള കാറ്റടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ പഴയതുപോലെ ആ ഒരു രീതിയിൽ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 2, നിങ്ങൾ എപ്പോഴും ഹെയറിലിട്ട് ഇങ്ങനെ പിടിക്കാതിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നതും തലോടുന്നതും. നമ്മൾ ശരിക്കും ഹെയർ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ഹെയറിലിട്ട് ഇങ്ങനെ തൊടാതിരിക്കുക. അങ്ങനെ തൊടുന്നതും നമ്മളെ ഹെയർ പഴയ ഒരു രീതിയിലൊക്കെ ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഹീറ്റ് എത്ര കൊടുക്കണം, അതായത് ഹീറ്റിൻ്റെ അളവ് എത്ര കൊടുക്കണം എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് അത് മാറാം. കാരണം ചില ആൾക്കാർക്ക് വളരെ നന്നായിട്ട് ഹീറ്റ് കൊടുക്കണം, ചിലർക്ക് അത്രയും ഹീറ്റ് കൊടുക്കണ്ട. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, അതായത് ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നോട്ടൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്, കാരണം അത്രയും സ്മൂത്ത് ആൻഡ് സിൽക്കായിട്ടാണ് എൻ്റെ ഹെയർ കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ, താങ്ക് യു.